പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ ദൗത്യം അവിടെ വെച്ച് ആരംഭിച്ചുവെങ്കിലും ആ ദൗത്യം നീണ്ടു നിന്നതും അത് കാര്യക്ഷമമായി അദ്ദേഹം നടപ്പിൽ വരുത്തിയതുമെല്ലാം പലസ്തീനിലും ഷാം പ്രദേശങ്ങളിലുമായിരുന്നു. മറ്റൊരു പ്രവാചകനായിരുന്നു അദ്ദേഹത്തിന്റെ തന്നെ പിതൃവ്യപുത്രനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തെ പോലെ ബാബിലോണിയയിൽ തന്നെ ജനിച്ച ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷേ അദ്ദേഹം പ്രവാചകനായി തന്റെ ദൗത്യ ജീവിതം നയിച്ചത് അത് സദൂം എന്ന് പറഞ്ഞ ചാവുകടൽ തീരത്തുള്ള ഒരു പ്രദേശത്തായിരുന്നു. മറ്റൊരു പ്രവാചകനാണ് യൂനുസ് നബി അലൈഹി സ്വലാം. അദ്ദേഹത്തിന്റെ ജന്മനാടായ മദായിനിൽ നിന്ന് മാറി അദ്ദേഹത്തിന്റെ പ്രബോധന മണ്ഡലം നൈനുവ എന്ന പ്രദേശമായിരുന്നു. ഇല്യാസ് നബി അലൈഹി സ്വലാം തന്റെ നാടായിരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രബോധന മണ്ഡലം, മറിച്ച് സ്വൈദ എന്ന പ്രദേശമായിരുന്നു. പക്ഷേ ഈ പ്രവാചകനെയും മറ്റനേകം പ്രവാചകന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളുടെ ജനതയിൽ നിന്ന് തന്നെ നിയോഗിച്ചു എന്നത് അവർക്ക് തന്നെ അല്ലാഹു നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്. ഈ പ്രവാചകനെ തങ്ങളെ ഉപദേശിക്കാൻ വരുന്ന ഉപദേശിയെ കൂടുതൽ പഠിക്കുവാനും അല്ലെങ്കിൽ ആശങ്കയോടെ നോക്കുവാനും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വികാരത്തോടുകൂടെ നോക്കുവാനോ വിലയിരുത്തുവാനോ വിധിയെഴുതാനോ ഒന്നുമുള്ള ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച ഈ പ്രവാചകനെ, ഈ ദൂതനെ സർവ്വ മനസ്സോടുകൂടെയും സ്വീകരിക്കാനുള്ള ഒരു സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയ്ക്ക് ഒരുക്കി കൊടുക്കുകയായിരുന്നു. അവരിൽ നിന്ന് തന്നെയുള്ള പ്രവാചകൻ വരുന്നു എന്ന പ്രത്യേകതയിലൂടെ. അള്ളാഹു ഈ ആയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പ്രയോഗം ഉമ്മീന എന്നാണ്. ഉമ്മീയങ്ങളിലേക്ക്, ഉമ്മീയങ്ങളായ നിരക്ഷരരായ അക്ഷരജ്ഞാനമില്ലാത്തവരായ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ. സത്യത്തിൽ ഈ ജനത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറബികളെയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നുവരുന്ന കാലഘട്ടത്തിൽ അവരിൽ അക്ഷരജ്ഞാനം വളരെ കുറവായിരുന്നു എന്ന് തന്നെയാണ് എല്ലാ ചരിത്രങ്ങളും സൂചിപ്പിക്കുന്നത്. അത് സത്യത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാരണം നിരക്ഷരരായ ഒരു ജനതയുടെ മുമ്പിലേക്ക് വരികയും നിരക്ഷരനായ ഒരു പ്രവാചകൻ അവരുടെ മുമ്പിലേക്ക് വരികയും എന്നതിനു ശേഷം ആ പ്രവാചകനും ആ ജനതയും ലോകത്തിന്റെ വിശ്വോത്തര മാതൃകകളായി ഉന്നതമായ വൈജ്ഞാനികമായ ശേഷിയുള്ളവരായി ലോകത്തിനു മുമ്പിൽ സമർപ്പിക്കപ്പെടുകയും നിലനിൽക്കുകയും ചെയ്യുന്നു എന്നത് അത് തീർത്തും അമാനുഷികമായ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഒരു മുഅ്ജിസത്ത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ടാമത്തെ ആയത്തിൽ ഒരു പ്രവാചകന്റെ പ്രബോധനത്തിന്റെ ക്രമം കൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്. അല്ലാഹു ആദ്യം പറയുന്നു യത്ലു അലൈഹിം ആയാതിഹി, അവർക്ക് അള്ളാഹുവിന്റെ ആയത്തുകളെ ഓതിക്കൊടുക്കുന്ന പ്രവാചകൻ. പ്രവാചകന്റെ പ്രബോധനത്തിന്റെ ഒന്നാമത്തെ ഘട്ടം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ഓതിക്കൊടുക്കുക, ഓതിക്കേൾപ്പിക്കുക എന്നതാണ്. രണ്ടാമതായി വയുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കുക എന്നതാണ്. ഈ ഓതിക്കൊടുക്കാൻ വേണ്ടി വരുന്ന പ്രവാചകൻ, ഈ ഓതിക്കൊടുക്കപ്പെടുന്ന ഈ ജനത അവർ മാലിന്യത്തിലാണ്. അവർ അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും ബഹുദൈവാരാധനയുടെയും എല്ലാം മാലിന്യങ്ങളിലാണ് കഴിയുന്നത്. അവരെ ആ മാലിന്യങ്ങളിൽ നിന്ന് മുക്തരാക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുക എന്നത് പ്രവാചകന്റെ രണ്ടാമത്തെ ദൗത്യമാണ്. മാത്രമല്ല ഇങ്ങനെ അവർക്ക് ഓതിക്കേൾപ്പിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും ചെയ്തതിനു ശേഷം അവർക്ക് ഇസ്ലാമികമായ ആഴമുള്ള ജ്ഞാനങ്ങൾ നൽകി അവരെ ജ്ഞാനികളാക്കി മാറ്റുകയും ചെയ്യുക എന്നതാണ് പ്രവാചകന്മാരുടെ പ്രബോധകന്മാരുടെ അവരുടെ ദൗത്യത്തിന്റെ ശരിയായ ക്രമവും ഘട്ടവും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ സൂറത്തുൽ ജുമാഅയുടെ 3-ാമത്തെ ആയത്തിൽ പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം വഹുവൽ അസീസുൽ ഹകീം. വആഖരീന മിൻഹും, അവരിൽപ്പെട്ട മറ്റുള്ളവരിലും, ലമ്മാ യൽഹഖൂ ബിഹിം, അവർ ഇനിയും അവരോടൊപ്പം വന്നെത്തിയിട്ടില്ല. വഹുവൽ അസീസു, അവനാണ് പ്രതാപശാലി, അൽ ഹകീം, തത്വജ്ഞാനിയും. ഇനിയും അവരോടൊപ്പം വന്നു ചേർന്നിട്ടില്ലാത്ത അവരിൽപ്പെട്ട മറ്റുള്ളവരിലും അവനത്രേ പ്രതാപശാലിയും തത്വജ്ഞാനിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 3-ാമത്തെ ആയത്ത് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗത്തിന്റെ
വൈപുല്യത്തിലേക്ക് അല്ലെങ്കിൽ വിശാലമായ അർത്ഥത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ഇറക്കിയിരിക്കുന്നത്. ആഖരീന എന്ന് പറഞ്ഞാൽ ഇനിയും വന്നെത്തിയിട്ടില്ലാത്ത മറ്റു ജനതയിലേക്ക് കൂടെ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയുക്തനാണ് എന്ന് വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസുകൾ സൂചിപ്പിക്കുന്നത് പോലെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പലവരും പ്രഖ്യാപിച്ചതുപോലെ, മഹാനായ നബി മനുഷ്യകുലത്തിന് ആഗമനമുള്ള പ്രവാചകനാണ്. വന്നതും ഇനി വരാനിരിക്കുന്നതുമായ സകലമാന മനുഷ്യന്മാരുടെയും പ്രവാചകനാണ് ഈ പ്രവാചകൻ. മാത്രമല്ല ജിന്നുകളുടെയും മറ്റു ജീവജാലങ്ങളുടെയും പ്രവാചകൻ കൂടിയാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് ഓതി കേൾപ്പിച്ചപ്പോൾ മഹാന്മാരായ സഹാബിവര്യന്മാർക്ക് ഒരു ചോദ്യമുണ്ടായി, അവർക്കൊരു സംശയമുണ്ടായി. മഹാനായ നബിയെ അവർ ചോദിക്കുകയാണ്, മഹാനായ നബിയെ, വആഖരീന മിൻഹും, അവരിൽ നിന്നുള്ള ഇനിയും വന്നെത്തിയിട്ടില്ലാത്ത മറ്റുള്ളവർക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് ആരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, ആരെ സംബന്ധിച്ചാണ് എന്നവർ ചോദിക്കുകയുണ്ടായി. ഒന്നാമത് ചോദിച്ചപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടിയൊന്നും പറഞ്ഞില്ല. രണ്ടാമതും അതേ ചോദ്യം ആവർത്തിക്കപ്പെട്ടപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനം പാലിച്ചു. മൂന്നാമത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതേ ചോദ്യം ആവർത്തിച്ചപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ തൊട്ടടുത്തായി ആ സദസ്സിൽ ഉണ്ടായിരുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു എന്ന പേർഷ്യൻ വംശജനായ ആ സഹാബി വരന്റെ അടുത്തേക്ക് നിൽക്കുകയും ആ പ്രവാചകന്റെ ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബി വരന്റെ ആ അനുയായിയുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് പറയുകയും ചെയ്തു, ലൗ കാനൽ ഈമാനു ഐന്ദ തുറയ്യ, വിശ്വാസം അത് തുറയ്യ നക്ഷത്രത്തിന്റെ അങ്ങകരെയുള്ള തുറയ്യ നക്ഷത്രത്തിന്റെ അടുത്താണ് എങ്കിൽ ലനാലഹു റിജാലുൻ മിൻ ഹൗലാ, ഈ കൂട്ടക്കാരിൽപ്പെട്ടവർ അവർ അതിനെ കണ്ടെത്തിപ്പിടിക്കുക തന്നെ ചെയ്യുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഈ സംഭവം സൂചിപ്പിക്കുന്നത് വആഖരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം എന്ന് പറഞ്ഞതുകൊണ്ട് അള്ളാഹു വിവക്ഷിക്കുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനതയല്ലാത്ത, അറബികളല്ലാത്ത മറ്റുള്ള പ്രവിശാലമായ മനുഷ്യ കുടുംബത്തിലെ മറ്റു ജനതകളെയാണ് എന്നാണ്. ഇത് അതുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം അത് ലോകത്തെ എല്ലാ ജനതയിലും അവർ വന്നവരാണെങ്കിലും വരാനിരിക്കുന്നവരാണെങ്കിലും അവർ അടുത്തുള്ളവരാണെങ്കിലും വിദൂരത്തുള്ളവരാണെങ്കിലും അവർ അറബികളാണെങ്കിലും അനറബികളാണെങ്കിലും അവർ വെളുത്തവരാണെങ്കിലും കറുത്തവരാണെങ്കിലും അവർ ഉന്നതരാണെങ്കിലും താഴ്ന്നവരാണെങ്കിലും എല്ലാവരുടെയും മനസ്സുകളിൽ ഈ സന്ദേശം എത്തിച്ചേരുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ, പരിശുദ്ധമായ സൂറത്തുൽ ജുമാഅയുടെ ഈ 3-ാമത്തെ ആയത്തിലൂടെ വ്യംഗ്യമായി തന്നെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 4-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. ذلك فضل الله, അത് അല്ലാഹുവിന്റെ ഔദാര്യമാകുന്നു. യുഅ്തീഹി, അത് അവൻ നൽകുന്നു. മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അള്ളാഹു അതിമഹത്തായ ഔദാര്യത്തിന്റെ ഉടമയാകുന്നു. അത് അള്ളാഹുവിന്റെ ഔദാര്യമത്രേ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് നൽകുന്നു. അള്ളാഹു അതിമഹത്തായ വൈശിഷ്ട്യത്തിന്റെ ഉടമയാകുന്നു. പരിശുദ്ധമായ സൂറത്തുൽ ജുമാഅയിലെ ഈ 4-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മേൽപ്പറഞ്ഞ ആയത്തുകളിൽ സൂചിപ്പിച്ച അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹങ്ങളുടെ മാനദണ്ഡമാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകനെ നൽകി നിരക്ഷരരായ ജനങ്ങൾക്ക് അതുവഴി അനുഗ്രഹം നൽകി, ഇതുവരെയും വന്നെത്തിയിട്ടില്ലാത്ത ജനങ്ങൾക്കും ഇതുവഴി അനുഗ്രഹം നൽകി തുടങ്ങിയ ഈ അനുഗ്രഹങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരോ അല്ലെങ്കിൽ ആ ജനതകളോ എന്തെങ്കിലും അള്ളാഹുവിന് പകരം നൽകുന്നതിന് പകരമായി നൽകുന്നതല്ല, മറിച്ച് എല്ലാം അള്ളാഹു നൽകുന്നത്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഏതും അള്ളാഹു നൽകി അനുഗ്രഹിക്കുന്നത് അത് അള്ളാഹുവിന്റെ ഔദാര്യം എന്ന അർത്ഥത്തിൽ മാത്രമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ദാലിക ഫദ്ലുല്ലാഹ്, അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അത് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്
അള്ളാഹുവിന്റെ ഔദാര്യം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് 3-ൽ 1 എന്നാണ് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, അത് അള്ളാഹു നബിക്ക് നൽകിയ ഔദാര്യമാണ് എന്നായിരിക്കാം. അല്ലെങ്കിൽ അള്ളാഹു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തായ അറബികൾക്ക് നൽകിയ ഔദാര്യമാണ് എന്നാവാം ഇതുകൊണ്ടുള്ള വിവക്ഷ. 3-ാമത്തെ വിവക്ഷ വരാനിരിക്കുന്നവർക്ക് എന്നതാവാം എന്നാണ്. ഈ 3ഉം ശരിയാണ് എന്നും ഈ 3 വിഭാഗത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം അനുഗ്രഹങ്ങൾ നൽകിയതായി മറ്റു പല സ്ഥലങ്ങളിലും പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നും മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്. ഉദാഹരണമായി മദീന മുനവ്വറയിലെ പ്രമുഖ പണ്ഡിതനായിരുന്ന ഷെയ്ഖ് ഷൻഖീതി തന്റെ അദ്വാഉൽ ബയാൻ എന്ന തഫ്സീറിൽ ഇങ്ങനെ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഈ 3 വിഭാഗത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും നബിയുടെ ഉമ്മത്തിനും നബിയുടെ ഉമ്മത്തിൽ ഇനി വരാനിരിക്കുന്ന ശതകോടി മനുഷ്യന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മഹത്തായ അവന്റെ ഔദാര്യമാണ് ഇത്. അതാണ് ഈ ആയത്തിൽ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മഹാനായ ഷെയ്ഖ് ഷൻഖീതി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. അദ്ദേഹത്തിന്റെ അദ്വാഉൽ ബയാൻ എന്ന തഫ്സീർ, ആ തഫ്സീറിന്റെ പ്രത്യേകത, അദ്ദേഹം പലപ്പോഴും ഖുർആനിനെ ആ തഫ്സീറിൽ വ്യാഖ്യാനിക്കുന്നത് ഖുർആൻ കൊണ്ട് തന്നെയാണ്. ഖുർആനെ ഖുർആൻ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുന്ന ഒരു തഫ്സീറാണ് അദ്വാഉൽ ബയാൻ എന്ന ഷെയ്ഖ് ഷൻഖീതിയുടെ തഫ്സീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ സൂചിപ്പിക്കുകയാണ് മൻ യശാഉ, അല്ലാഹു ഉദ്ദേശിച്ചവർക്ക്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിനുള്ള മാനദണ്ഡം. അല്ലാഹു ആർക്ക് നൽകും, ആർക്ക് നൽകാതിരിക്കും, ആർക്ക് അനുവദിക്കും, ആർക്ക് നിഷേധിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം അത് അള്ളാഹുവിന്റെ താല്പര്യത്തിന് മാത്രം വിധേയമാണ്. മൻ യശാഉ, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രം. പരിശുദ്ധമായ സൂറത്തുൽ ജുമായിലെ 5-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ജൂത സമൂഹത്തെ സംബന്ധിച്ചാണ്. അള്ളാഹു പറയുന്നു, മഥലുൽ ലദീന ഹുമ്മിലുത് തൗറാത ثم ലം യഹ്മിലൂഹാ كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين. مثل الذين, ഒരു കൂട്ടരുടെ ഉപമ, ഹുമ്മിലു തൗറാത്ത, അവർക്കുമേൽ തൗറാത്ത് ചുമത്തപ്പെട്ടു, ثم ലം യഹ്മിലൂഹ, പിന്നെ അതിനെ അവർ വഹിച്ചില്ല, കമസലിൽ ഹിമാരി, കഴുതയുടെ ഉപമ പോലെയാണ്, യഹ്മിലു, അത് ചുമക്കുന്നു, അസ്ഫാറ, ഗ്രന്ഥങ്ങൾ, ബിഅസ, വളരെ മോശം, മസലുൽ ഖൗമി, ജനതയുടെ ഉപമ, അല്ലദീന കദ്ദബു, നിഷേധിച്ചവരായ, ബി ആയാത്തില്ലാഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, വല്ലാഹു ലാ യഹ്ദി, അള്ളാഹു നേർവഴിക്കാക്കുകയില്ല, അൽ ഖൗമുൽ ളാലിമീൻ, അതിക്രമികളായ ജനവിഭാഗത്തെ. തൗറാത്ത് വഹിപ്പിക്കപ്പെടുകയും എന്നിട്ട് അത് നേരായ വണ്ണം ചുമക്കാതിരിക്കുകയും ചെയ്യുന്നവരുടെ ഉപമ ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതയുടേതാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചു കളഞ്ഞവരുടെ ഉപമ എത്ര മോശം. അതിക്രമകാരികളായ ജനവിഭാഗത്തെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല. 5-ാമത്തെ ഈ ആയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദീനയിലെ ജൂതന്മാർക്ക് നേരെയുള്ള ഒരു മറുപടിയാണ്. ജൂതന്മാർ അവരുടെ ചരിത്രത്തിൽ എന്നും അഹങ്കാരികളാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു 1-ലധികം സ്ഥലങ്ങളിൽ ജൂതന്മാരുടെ അഹങ്കാരത്തെയും ധാർഷ്ട്യത്തെയും സംബന്ധിച്ച് വ്യക്തമായി പരാമർശിച്ചതായി നമുക്ക് കാണാൻ കഴിയും. മദീനയിലെ ജൂതന്മാർ മുസ്ലിങ്ങൾക്കിടയിൽ നടന്നുകൊണ്ട് അഹങ്കാരത്തോടെ പറയുമായിരുന്നു, നഹ്നു അഹ്ലുൽ കിതാബ്, ഞങ്ങൾ കിതാബിന്റെ അഹ്ലുകാരാണ്, വലാ കിതാബ ലഹും, അവർക്ക് കിതാബില്ല എന്ന് പറയുമായിരുന്നു. ഇതിന് മറുപടി എന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾക്ക് കിതാബുണ്ട്, മറ്റുള്ളവർക്ക് കിതാബില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ അഹ്ലു കിതാബാണ് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? പക്ഷേ നിങ്ങൾ അഹ്ലു കിതാബ് ആയിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് കിതാബ് ഉണ്ടായിട്ടെന്താണ് കാര്യം? നിങ്ങളുടെ കയ്യിലുള്ള കിതാബ് അത് നിങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നില്ല എന്ന കാരണത്താൽ തന്നെ അത് നിങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുന്നത്, അത് ചുമന്നുകൊണ്ട് നടക്കുന്നത്, ഉള്ളിലുള്ളത് എന്താണ് എന്നൊരു കഥയുമില്ലാത്ത കഴുത ഗ്രന്ഥങ്ങൾ ചുമന്ന് നടക്കുന്നത് പോലെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നടിക്കുകയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ജനത വളരെ മോശമായ ജനതയാണ്, ജനതകളുടെ കൂട്ടത്തിൽ വളരെ മോശമായ ജനതയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും ചെയ്യുന്നു.